ചോദ്യം ഇങ്ങനെയാണ്, 24 സെന്റിമീറ്റർ ഉയരവും 6 സെന്റിമീറ്റർ ബേസ് റേഡിയസുമുള്ള ഒരു കോൺ ഉരുക്കി ഒരു ഗോളത്തിന്റെ രൂപത്തിലാക്കിയാൽ ഗോളത്തിന്റെ ആരം എത്ര എന്നാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ചോദ്യത്തിൽ ഒരു കോണിനെ ഉരുക്കി ഒരു ഗോളമാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 3D ഷേപ്പിന് ഒരെണ്ണത്തിനെ ഉരുക്കി വേറൊരു സാധനമാക്കി മാറ്റിയാൽ ഈ രണ്ടെണ്ണത്തിന്റെ വ്യാപ്തം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു ഘനരൂപത്തിനെ ഉരുക്കി വേറൊരു ഘനരൂപമാക്കി മാറ്റിയാൽ ഈ രണ്ടുപേരുടെയും വ്യാപ്തം എന്താണ്? സെയിം ആണ്. അതായത് നമുക്ക് പറയാം ഈ ചോദ്യത്തിൽ കോണിന്റെയും ഗോളത്തിന്റെയും വ്യാപ്തം എന്താണ്? സെയിം ആണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത് കോണിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 1/3 പൈ ആർ സ്ക്വയർ എച്ച് എന്നാണ്. 1/3 പൈ ആർ സ്ക്വയർ എച്ച്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആരുടെ സ്ക്വയർ ആണ്? റേഡിയസിന്റെ സ്ക്വയർ. 6 ഇൻറ്റു 6 ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 24 ഈക്വൽ ടു ഇത് ആരുടെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും? ഗോളത്തിന്റെ വ്യാപ്തത്തിന് തുല്യം. ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് എന്നാണ്. ഈ രണ്ട് വ്യാപ്തങ്ങളും എന്താണ്? സെയിം ആയിരിക്കും. കാരണം നമ്മൾ ഒരു ഘനരൂപത്തിനെ ഉരുക്കി വേറൊരു ഘനരൂപമാക്കുന്നുണ്ട്. അതുകൊണ്ട് രണ്ടെണ്ണത്തിന്റെ വ്യാപ്തം സെയിം ആണ്. വെട്ടാം. ഈ പൈ3 വെട്ടിപ്പോയി. ഓക്കെ അല്ലേ? 4 ഒരു പ്രാവശ്യം, 24 4 6 പ്രാവശ്യം. അതായത് നമുക്ക് ഇങ്ങനെ കിട്ടും ആർ ക്യൂബ് ഈക്വൽ ടു, അതായത് ഗോളത്തിന്റെ ആരം ആർ ക്യൂബ് ഈക്വൽ ടു 6 ഇൻറ്റു 6 ഇൻറ്റു 6 6 ഇൻറ്റു 6 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 6ന്റെ ക്യൂബ് അല്ലേ? അതായത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാം റേഡിയസ് ആരം എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 6 സെന്റിമീറ്റർ ആയിരിക്കും. ഗോളത്തിന്റെ ആരം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയിരിക്കും.